നമ്മൾ നമ്മൾ WHO ഡെഫിനേഷൻ പ്രകാരം ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു വെൽബീയിങ് അല്ലെങ്കിൽ സ്വാസ്ഥ്യം എന്നുള്ളതാണ്. അല്ലാതെ ഒരു രോഗാവസ്ഥ ശരീരത്തില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയും. നമ്മൾ സാധാരണ എന്താ പറയാ, ഒരു അസുഖം ഇല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ ഹെൽത്തി ആണ്. അങ്ങനെയല്ല. ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും നമ്മൾ ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല വെൽബീയിങ്ങിലായിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനെ ആരോഗ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് നമ്മൾ ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? അതൊരു വലിയ പോയിന്റ് ആണ് അല്ലെ. അതായത് നമ്മളെ മുന്നേ ഒരു ക്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിളർച്ചയെ കുറിച്ച്. അപ്പൊ ആ ഒരു ക്ലാസ്സില് നമ്മൾ സംസാരിച്ചിരുന്നു, ഒരു 37% പ്രഗ്നന്റ് ലേഡീസ്, അതേപോലെ സ്ത്രീകളിൽ കുട്ടികളിലും ഒക്കെ വളരെ വലിയൊരു ശതമാനം നമ്മൾ വിളർച്ച കാണുന്നുണ്ട് എന്നുള്ളത്. അതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് സ്ത്രീകളുടെ നമ്മളൊരു ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ടീനേജർ മുതൽ നമ്മൾ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ പിന്നെ അങ്ങോട്ടുള്ള നമ്മളുടെ ഓരോ ലൈഫ് സൈക്കിൾ, ലൈഫിലെ ചേഞ്ചസ് വരും. നമ്മൾ മെച്ചുവർഡ് ആയി ഓരോരോ സ്റ്റേജിലേക്ക് എത്തുമ്പോഴും വരുന്ന മാറ്റങ്ങൾ. നമ്മളെ ആദ്യമായിട്ട് നമ്മൾ നമ്മളൊരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് നമ്മൾ അഡോളസൻ സ്റ്റേജിലേക്ക് പോകുന്നു, അതായത് ഒരു ടീനേജ് ആവുന്നു. അപ്പോൾ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാവുന്ന മറ്റുള്ള വ്യത്യാസങ്ങളും ഒക്കെ കാരണം പല പല മെൻസ്ട്രുവൽ ഇഷ്യൂസ്, പല പല പ്രശ്നങ്ങൾ, അതായത് പീരീഡ്സ് പെയിൻ ആവുന്നു, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറവ്, അല്ലെങ്കിൽ മറ്റുള്ള PCOD പോലുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ്, അങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങളിലൂടെയാണ് മേ ബി പലരും കടന്നു പോകാറുള്ളത്. അത് കഴിഞ്ഞ് നമ്മളൊരു ഒരു മാരീഡ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വീട്ടിലേക്ക് ഇപ്പോ നമ്മുടെ സാഹചര്യം മാറുകയാണ് പിന്നീട്. അപ്പോഴും എന്താണ് സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, വീട്ടിലെയും ഓഫീസ് ജോലി. ഇതിന്റെ ഇടയിൽ നമ്മൾ നമുക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് എത്ര പേരാണ് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുന്നവരുള്ളത്? അതായത് സെൽഫ് കെയറിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നു, വളരെ കുറവാണ് അല്ലെ. നമ്മൾ മുന്നേ ഒരു ക്ലാസ്, ഇപ്പോ എനിക്ക് തോന്നുന്നു പിങ്ക് ജോബിന്റെ ലാസ്റ്റ് ക്ലാസ് സെൽഫ് കെയറിനെ കുറിച്ചായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ സ്ത്രീകൾ എത്രത്തോളം സ്വയം പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെ സ്വയം കെയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ കെയർ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആവുന്നു. വലിയ ഹോർമോൺ ചേഞ്ചസ് ആണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിനുശേഷം നമ്മൾ മുലയൂട്ടുന്നു, കുഞ്ഞിനെ മുലയൂട്ടുന്നു. അപ്പോ വരുന്ന നമ്മുടെ ചുറ്റുപാടുകൾ. അതേപോലെ പിന്നെ ഇതിനൊക്കെ ശേഷം നമ്മളൊരു ആർത്തവ വിരാമത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും ഇതേപോലെ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുകയാണ്. അപ്പൊ എന്താ, അപ്പോഴും ഒരുപാട് ഈ ചൂട് തണുപ്പ് നമുക്ക് അത് ആ ഒരു സ്റ്റേജിലൂടെ പോകുന്നവർക്ക് അറിയാം. ഭയങ്കരമായിട്ടുള്ള ഉഷ്ണമായിരിക്കും ചിലപ്പം അത് മാറി മാറി വരും, ചൂടും തണുപ്പും ഒക്കെ. പിന്നെ ശാരീരികമായിട്ടുള്ള മറ്റു പല ബുദ്ധിമുട്ടുകളും വന്നു തുടങ്ങും. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിന് വലിയ കുറെ റീസൺസ് ഉണ്ട്. നമ്മളിപ്പോ ഹോർമോൺ വ്യതിയാനങ്ങൾ നമുക്ക് സംഭവിച്ചാലേ നോർമൽ ആയിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലെ. മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് എന്തുകൊണ്ടാണ് ഇത്രയും മാത്രം ചേഞ്ചസ് സംഭവിക്കുന്നത്? അപ്പൊ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടക്കാം. അപ്പൊ ആ ഒരു ഏജില് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പൊതുവെ കുട്ടികളിൽ ഉണ്ടാവാറുള്ളത്? അപ്പൊ അതില് നമുക്കൊരു മൂന്നായിട്ട് തിരിക്കാം. അതായത് ആർത്തവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ പോഷകാഹാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഒരു എല്ലാ കാര്യങ്ങളോട് ചേരുമ്പോഴാണ് ആക്ച്വലി അവര് സഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതായത് നമുക്ക് മാനസികമായിട്ട് ഇപ്പൊ ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ, നമ്മൾ ആ ഒരു ടീനേജ് സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പിയർ ഗ്രൂപ്പ് പ്രഷറുകളും, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങള്, ഇങ്ങനെ പിന്നെ പഠിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്ട്രെസ്, എൻട്രൻസ് എക്സാംസ് അങ്ങനെയുള്ള കുറെ സ്ട്രെസ്സുകൾ, ഇതെല്ലാം വരുമ്പോൾ ഈ മന്ത്ലി ഉള്ള പീരീഡ്സിലും നമുക്ക് ഇഷ്യൂസ് ആയി തുടങ്ങും. അതായത് നോർമൽ ഉള്ള ഒരു ഹോർമോൺ ചേഞ്ചിൽ ഈ ഒരു മാറ്റങ്ങളൊക്കെ, ഈ ഒരു സ്ട്രെസ്
ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോ അതോട് അനുബന്ധിച്ച് നമുക്ക് പീരീഡ്സിനോട് അടുത്ത് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, കേട്ടിട്ടുണ്ടാവാം. അതായത് പീരീഡ്സിനോട് തൊട്ടു മുന്നേ വരുന്ന കുറച്ച് ഇമോഷൻസ്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക, ചിലപ്പോൾ സങ്കടം വരിക, വെറുതെ സങ്കടം വരിക, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായ തലവേദന പോലെയുള്ള ഫിസിക്കൽ പ്രശ്നങ്ങൾ. അപ്പോ അങ്ങനെ PMS എന്ന് പറയും. അങ്ങനെയുള്ള ഇഷ്യൂസ്. അതേപോലെ തന്നെ പിന്നെ വരുന്ന പ്രശ്നങ്ങളാവാം PCOD പോലുള്ള ഇഷ്യൂസ്, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാനസികമായിട്ടും ഉള്ള ഇതിലേക്ക് വരുന്നു. അതേപോലെ ഈ ഒരു ടൈമിൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ആവാം. അതായത് ഇപ്പൊ കോളേജിലേക്കൊക്കെ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഫുഡ് കറക്റ്റ് ആയിട്ട് ശരിയാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അണ്ടർ ന്യൂട്രീഷനിലേക്കും, അതായത് പോഷകാഹാര കുറവിലേക്ക് പോകാം, വിളർച്ചയിലേക്ക് പോവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഫുഡ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാതെ തന്നെ നേരെ പോയിട്ട് കഴിക്കുന്നത് എന്തായിരിക്കാം? ജങ്ക് ഫുഡ്സ് ഒക്കെ ആയിരിക്കാം. ജങ്ക് ഫുഡ്സോ വറുത്ത ഫ്രൈഡോ അതേപോലെ കോളാസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുകയും ഓവർ ന്യൂട്രീഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴാണ് ഈ PCOD പോലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ അഡോളസന്റ് ഏജിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു സ്ത്രീകളിലേക്ക് കടക്കുമ്പോൾ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ, അതായത് PMS, നമ്മൾ ഈ പ്രീ മെൻസ്ട്രുവൽ ഇഷ്യൂസ് ഒരുപാട് പേര് അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ട് ആ ഒരു ഇഷ്യൂ. ആരോട് ചോദിച്ചാലും അറിയാം ഈ ഒരു സമയത്ത് വരുന്ന മാനസിക ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഈ ഇഷ്യൂസ്, അതേപോലെ PCOD എന്തുകൊണ്ടാണ് സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ, കുറച്ചുകൂടി മുതിർന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്? കാരണം എന്താ വെച്ചാല് വീട്ടിലുള്ള എല്ലാ തിരക്കുകളുടെ ഇടയിലും ഇത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കാര്യം കെയർ ചെയ്യാൻ ടൈം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫുഡ് തന്നെ നമ്മൾ ചിലപ്പോ ബാക്കി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ബാക്കി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കും. കഴിക്കുന്ന എന്താണ്? ചോറൊക്കെ ആയിരിക്കും. അപ്പൊ ഈ പഴയ ചോറൊക്കെ ഇരിക്കുന്നത് കഴിക്കും. അപ്പൊ 4 നേരവും ഒക്കെ ചോറ് കഴിക്കുക. അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഭയങ്കര കൂടുതലായിട്ട് കഴിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു മെയിൻ പ്രശ്നമാണ് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. നമുക്ക് എപ്പോഴായാലും ചോറ് വേണം അല്ലെ? അപ്പോ ചോറ് വേണം, അല്ലെങ്കിൽ രാവിലത്തെ ഫുഡ് ആണെങ്കിലും നമുക്ക് പുട്ടും ദോശയും ഇഡ്ഡലിയും എല്ലാം നല്ല അളവിൽ കഴിക്കണം. അപ്പോ കഴിക്കുന്നത് മാത്രല്ല, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ബാക്കി വരാതിരിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുക. അതേപോലെ നമുക്ക് എത്രത്തോളം ഹെൽത്തി, ഇപ്പൊ ഡെയിലി ഫ്രൂട്ട്സും അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കേണ്ടാവില്ല. അപ്പൊ ബാക്കി വരുന്ന എല്ലാം അങ്ങോട്ട് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അമിതവണ്ണത്തിലേക്കൊക്കെ കിടക്കും. നമുക്ക് വയറിന്റെ ഭാഗത്തും വേസ്റ്റിന്റെ അവിടെയൊക്കെ നല്ല തടി, ആ ഒരു ഭാഗത്ത് നല്ലോണം ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഉള്ള പ്രശ്നങ്ങൾ. അത് ഫാറ്റ് കഴിച്ചുകൊണ്ട് മാത്രമല്ല വരുന്നത്, കാർബോഹൈഡ്രേറ്റിന് നല്ല രീതിയിലുള്ള കൺസ്യൂമിങ് ഈ ഒരു ഇഷ്യൂവിലേക്ക് നയിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ PCOD പോലുള്ള പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെയാണ്. അതേപോലെ നമ്മൾ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ, എല്ലാ തിരക്കുകളുടെ ഇടയിൽ എത്ര പേരാണ് എക്സസൈസ് ചെയ്യാൻ ടൈം കണ്ടെത്താറ്? നമ്മൾ വിചാരിക്കും വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ എക്സസൈസ് ചെയ്യുന്നതെന്നല്ലേ? പക്ഷേ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓരോ ജോയിന്റ്സ് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ജോലി എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആം, ഈ പറയുന്ന ബെനിഫിറ്റ് നമ്മൾ എക്സസൈസിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണമൊന്നും കിട്ടില്ല. നമ്മൾ നിന്ന് പണിയെടുക്കുന്ന അത് ഒന്നുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ നമുക്ക് ഓരോ ജോയിന്റ്സിനും നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ട് നമ്മൾ ചെയ്യണം. എങ്കിൽ അങ്ങനെയുള്ള എക്സസൈസസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ശരീരത്തിന് അതൊരു ഒരു ഗുണം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓരോ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ സ്ത്രീകൾ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഇത്രമാത്രം എല്ലാ പ്രാവശ്യവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഈ പ്രശ്നങ്ങളല്ലേ, അതിന് നമ്മൾ സെൽഫ് കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ, അതായത് യോഗ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. യോഗ എങ്ങനെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസിനെയും എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്, യോഗ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ലൈഫിൽ യോഗ ഇൻക്ലൂഡ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ സാധിക്കുക എന്നൊന്ന് നോക്കാം. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യം, അതാണ് നമുക്ക് വേണ്ടത് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓവറോൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്തിനെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് പൊതുവെ എങ്ങനെയാണ് യോഗ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക?
കുറച്ച് എക്സസൈസുകൾ ചെയ്യുന്ന പോലെ അല്ലെ, കുറച്ച് യോഗാസനാസ് എന്നുള്ളതായിരിക്കാം കൂടുതൽ പേർക്കും മനസ്സിലേക്ക് വരാം. പക്ഷേ നമ്മുടെ യോഗ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ആയുർവേദന ഗ്രന്ഥങ്ങളിലാണെങ്കിലും നമ്മൾ യോഗ പറയുമ്പോൾ മറ്റുള്ള എക്സസൈസിൽ നിന്നും യോഗ മാറി നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ബ്രീത്തിങ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷനും ബോഡിയോട് കണക്ട് ചെയ്തുമാണ് നമ്മൾ യോഗ ചെയ്യാൻ. നമ്മൾ യോഗയുടെ ഓരോ ആസനാസ് എടുത്ത് നോക്കിയാലും നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ബ്രീത്തിങ്ങിലൂടെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഓരോ ആസനാസും ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മള് എക്സസൈസിൽ നിന്നും ഉള്ള ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്, ആസനാസിനോടുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അതേപോലെ യോഗ ഒരു ചര്യയാണ്, നമ്മുടെ ഒരു ജീവിതചര്യ എന്നുള്ളതാണ് നമ്മൾ യോഗയിൽ പരാമർശിക്കുന്നത്. യോഗ ബുക്സിലൊക്കെ ആണെങ്കിലും ഡയറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, ഇപ്പൊ പറഞ്ഞ സ്ത്രീകളുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന എല്ലാ പ്രശ്നങ്ങളിലും ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു, ഡയറ്റിന്റെ കാര്യം പറഞ്ഞു, എക്സസൈസ് ഇല്ലായ്മയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. ഡയറ്റ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളോടൊപ്പം സ്ത്രീകളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, പലതും നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുക ചെയ്യാം. പക്ഷെ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് യോഗയ്ക്ക് സാധിക്കും. അപ്പൊ യോഗ എന്ന് പറയുമ്പോൾ യോഗാസനം മാത്രമല്ല, അതിനോടൊപ്പം പ്രാണായാമം, അതായത് ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ നമ്മളെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനസിക പ്രശ്നങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ഒരു സപ്പോർട്ട് തരുന്ന, അതിൽ നിന്നും നമ്മളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പ്രാണായാമം, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം ഡയറ്റിന്റെ കാര്യത്തിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം അറിഞ്ഞാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ ശരീരത്തെ അറിഞ്ഞ ആഹാരം കഴിക്കുന്നു, അപ്പോൾ നമ്മൾ അമിതമായി പോവുകയോ കുറവായി പോവുകയോ ചെയ്യുകയില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരുപാട് ഒരു ന്യൂട്രീഷനും ഇല്ലാതെ നമ്മളിങ്ങനെ തോന്നിയ പോലെ ഫുഡ് കഴിക്കുക, ആ ഒരു ഇതിലേക്ക് പോവില്ല, ഓവർ ന്യൂട്രീഷനിലേക്ക് പോവില്ല. ഇന്ന സമയത്ത് നമുക്ക് വിശക്കുമ്പോൾ നാം എന്ത് കഴിക്കണം എന്ന് മനസ്സിലാക്കി നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബുക്കിലെല്ലാം പറയണ ഒരു കാര്യം. അപ്പോൾ ഒരു ജീവിതചര്യയായിട്ട് നമ്മളെ യോഗ എന്ന് പറയുന്ന ഒരു ജീവിതചര്യ തന്നെയാണ്. അപ്പോ നമ്മള് വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസം പ്രാണായാമോ മെഡിറ്റേഷനോ ഒക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്താല് എങ്ങനെയാണ് മാനസികമായിട്ട് നമുക്ക് എങ്ങനെയാ ഓക്കെ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാഡീവ്യവസ്ഥയില് ഇപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും, എപ്പോഴും സ്ട്രെസ് എടുക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന, ഇപ്പോൾ നമ്മളൊരു കാര്യം കണ്ട് പേടിക്കുന്നു, ടെൻഷൻ ആവുന്നു, സ്ട്രെസ് ആവുന്നു, എന്താ സംഭവിക്കുക നമ്മുടെ ബോഡിയിൽ നമുക്ക് ബ്രീത്തിങ് കൂടും അല്ലെ. നമുക്ക് ശ്വാസം ഭയങ്കരമായിട്ട് ബ്രീത്തിങ് കൂടും. അതേപോലെ ഹാർട്ട് ബീറ്റ് കൂടും. നമുക്ക് ചിലപ്പോൾ ഫുഡൊന്നും കഴിച്ചാൽ അപ്പൊ ഇറങ്ങണമെന്നില്ല അല്ലെ, വിശപ്പൊക്കെ കുറയും. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ ശരീരത്തില് ഉണ്ടാവണത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, നാഡീവ്യവസ്ഥയിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ ഒരു ഭാഗമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇതിന്റെ അതേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ്. അതായത് നമ്മളെ ഒന്ന് കാമാക്കുക, നമ്മളെ കൂളാക്കുക. ടെൻഷൻ മീൻസ് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഓക്കെ ആവും അല്ലെ. നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഓക്കെ ആവില്ല. അത് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് അത് ഓക്കെ ആക്കുന്നത്. അപ്പോ നമ്മൾ ഈ പ്രാണായാമം ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഡെയിലി നമ്മളിത് ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് ആവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര എപ്പോഴും സ്ട്രെസ് എടുത്തിരിക്കുന്ന ഒരാൾക്ക് ആ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കുറച്ച് കുറയും. നമ്മളെ ഈ ഒരു നമ്മൾ കൂടുതലായിട്ട് കാംനെസ്സിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ യോഗ കണ്ടിന്യൂസ് നമ്മൾ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. PMS അല്ലെങ്കിൽ PCOD അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞല്ലോ. പൊതുവേ നമ്മൾ സ്ത്രീകളിൽ കാണപ്പെടുന്ന കുറെ വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ് അല്ലെ, ശരീരത്തില് നോർമലി നമുക്ക് ഹോർമോണിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ മാസവും ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളിലാണ് നമുക്ക് ആർത്തവം ഉണ്ടാവുന്നത്. അത് നോർമലി നമുക്ക് വേണ്ട കാര്യം തന്നെയാണ് അല്ലെ.
അതേപോലെ ഡെലിവറിയുടെ ടൈം പ്രഗ്നൻസി ആവുമ്പോൾ നമുക്ക് ആ ഒരു ഹോർമോണിലെ ചേഞ്ച് വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ആവുക. അപ്പൊ അതൊക്കെ നോർമലി വേണ്ട കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഒരു ചുറ്റുപാടിൽ വരുന്ന ഈ പറഞ്ഞ സ്ട്രെസ്സും നമ്മുടെ ഡയറ്റും നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മ അങ്ങനെ പല കാര്യങ്ങള് ഈ ഹോർമോണിന് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ അതൊരു രോഗാവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ പറഞ്ഞ പ്രാണായാമ മെഡിറ്റേഷനോടൊപ്പം തന്നെ ചില യോഗാസനാസ് ഉണ്ട് ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ. അപ്പൊ അതില് നമുക്ക് ഈ ഭുജംഗാസനം, സേതുബന്ധാസനം എന്നൊക്കെ പറയും. ഞാനിപ്പോ വന്നിട്ട് യോഗാസനാസിന്റെ കുറച്ച് പേരുകൾ പറയുന്നത് കൊണ്ട് ആർക്കും അത് കിട്ടണമെന്നില്ല. അത് നമ്മളൊരു ട്രെയിനറിന്റെ അടുത്ത് നിന്ന് പഠിക്കുക, കുറച്ച് നാൾ പഠിച്ചാലാണ് നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ യൂട്യൂബിലൊക്കെ കിട്ടുമ്പോൾ ഈ യോഗാസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ചെയ്യാൻ പാടില്ലാത്ത ഇപ്പൊ ചില കോൺട്രാഇൻഡിക്കേഷൻസ് പറയുന്നുണ്ട് ചില യോഗാസനാസ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനറുടെ കീഴിൽ എപ്പോഴും പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഹോർമോണൽ ഇംബാലൻസിലൊക്കെ പ്രത്യേക തരം യോഗാസ് ഉണ്ട്. ഭുജംഗാസനം എന്ന് പറയുന്ന ഒരു യോഗാസന ഉണ്ട്. അതേപോലെ സേതുബന്ധാസനം, അങ്ങനെയുള്ള ചില യോഗാസനാസ് എപ്പോഴും ഒരു ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെയുള്ളതാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാണായാമ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നത് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലെ, നമ്മൾ പ്രാർത്ഥനയിൽ നമുക്ക് അതുപോലെ വളരെ ഒരു റിലീഫ് കിട്ടാറുണ്ട്. അപ്പോ ഈ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഡെയിലി ബ്രീത്തിങ് എക്സസൈസ് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു നാഡീ വ്യവസ്ഥയിലേക്ക് എത്തുകയും നമ്മളെ ഒരു കാംനെസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ നമ്മുടെ ഒരു മെന്റൽ വെൽബീങ്. അതുപോലെ ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് പറയാണ്, നമ്മളുടെ ഒരു ആയുർവേദിക് സൈക്കോതെറാപ്പി സെഷൻസ് ഉണ്ട്. സൈക്കോതെറാപ്പി സെഷൻ എന്ന് പറയുമ്പോൾ സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയും. നമ്മുടെ കോട്ടയ്ക്കലെ ഒരു പ്രൊഫസർ ദിലീപ് സാറാണ് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ആ ഒരു മെഡിറ്റേഷൻ സെഷനിൽ ഇതുപോലെയുള്ള നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു തെറാപ്പി സെഷനാണ്. അപ്പോ അതല്ലാതെ ഇപ്പോ നിങ്ങൾക്ക് തന്നെ ഇപ്പോ ഇതൊക്കെ ചെയ്താലും ചിലർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസിൽ നമ്മൾ സൈക്കോതെറാപ്പി സെഷൻസ് തന്നെ എടുക്കുക. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നോർമലി നമുക്ക് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്ത് നിൽക്കാനായിട്ടും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതൊരു പരിധി കൂടുതലായ നമ്മൾ മെഡിസിൻ എന്നുള്ളതിന്റെ ഹെൽപ്പിലേക്ക് പോകേണ്ടി വരും. ഓക്കെ. ഇനി നമുക്കൊരു പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോ യോഗ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പല ഹോസ്പിറ്റലുകളിലും നമ്മൾ പ്രീനേറ്റൽ യോഗാസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഗർഭിണികൾക്ക് യോഗ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ. നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം ഗർഭിണികൾക്കുള്ള യോഗാസനാസ്. പക്ഷെ അത് എപ്പോഴും എന്റെ ഒരു സജഷൻ എപ്പോഴും ഒരു ട്രെയിനറുടെ കീഴിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം എല്ലാ യോഗാസനാസൊന്നും പ്രഗ്നൻസിയിൽ പറ്റില്ല. അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയാണ് മോസ്റ്റ്ലി നമ്മൾ യോഗാസനാസ് ചെയ്യിപ്പിക്കാറ്. കൂടുതൽ പക്ഷെ പ്രാണായാമവും മെഡിറ്റേഷനും എപ്പോഴും ഹെൽപ്പ് ചെയ്യും. എപ്പോഴും വളരെ നമ്മളെ കാമാക്കി നിർത്താനും സ്ട്രെസ് കുറയ്ക്കാനുമായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോ അതിനുശേഷം പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ അമിതവണ്ണം അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്തൊക്കെ നല്ലതായിട്ട് തടി അല്ലെ, ബെല്ലി ഫാറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കത് കുറയ്ക്കാനായിട്ട് യോഗ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ യോഗാസനാസ്, പർട്ടിക്കുലർ ആയിട്ടുള്ള യോഗാസനാസ് ചെയ്യിപ്പിക്കും. അതേപോലെ യൂട്രസ് ഹെൽത്തിനായിട്ട് തന്നെ കുറെ യോഗാസനാസ് ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ ഭുജംഗാസനം, പിന്നെ ബദ്ധകോണാസനം എന്ന് പറയും. അത് ഞാൻ ഇവിടെ ഒരു ഡെമോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബദ്ധകോണാസനം വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസ്, ബട്ടർഫ്ലൈ പോസ് എന്നൊക്കെ പറയും. അപ്പോ അത് നമ്മുടെ ഒരു യൂട്രസിന്റെ ഒരു നോർമൽ ഹെൽത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. പിന്നെ മറ്റൊരു യോഗാസനമാണ് നമ്മളെ എപ്പോഴും ഇതിന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം കേട്ടിട്ടുണ്ടാവും. അത് ഒരു കുറച്ച് റൗണ്ട്സ് ഓഫ് സൂര്യ നമസ്കാരം ചെയ്യുന്നത് വെയിറ്റ് കുറയാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസിലും നമ്മളെ യോഗ, ഓരോ സിറ്റുവേഷനിലും നമ്മളെ യോഗ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് നമ്മളെ ഒരു ജസ്റ്റ് എക്സസൈസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബ്രീത്ത് നോക്കി നമ്മൾ കൈകൾ ഇപ്പോ ഓരോ പൊസിഷനിലും ഇൻഹെയിലും എക്സെയിലും ചെയ്തുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുക. അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ ഡയറ്റിന്റെ കാര്യത്തിലാണെങ്കിലും വരുന്ന നമ്മൾ ചെയ്യുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഒരു സെൽഫ് കെയർ ചെയ്യുന്നത്,
ഈ പറഞ്ഞ സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകളിലെല്ലാം നമ്മളുടെ ഒരു സെൽഫ് കെയർ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം സെൽഫ് കെയർ എന്നുള്ള ഒരു വിഷയത്തെ പറ്റി. അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക. ഈ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളുടെ ഒരു കെയർ നമ്മൾ തന്നെ ചെയ്യണം അല്ലെ? നമ്മൾക്ക് ഇപ്പൊ ഒരു ഡെയിലി നമ്മളൊരു 10 മിനിറ്റ് പ്രാണായാമം ചെയ്യുക, 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, അതേപോലെ കുറച്ച് സമയം യോഗാസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇന്നത്തെ ഈ വിഷയത്തില് പിന്നെ അതേപോലെ തന്നെ നമ്മള് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു യോഗയുടെ ഒരു ഇതാണ് ഫേസ് യോഗ. ഇപ്പൊ നമ്മൾ ഒരുപാട് യൂട്യൂബിലെല്ലാം കാണാറുണ്ട് ഫേസ് യോഗ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അതായത് നമ്മളുടെ ഒരു ഏജിങ് എന്നുള്ളത് നമുക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു നമ്മളൊരു പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു കാര്യം പെട്ടെന്നുള്ള ഒരു ചേഞ്ച് അല്ല. പക്ഷെ നമ്മളൊരു 1 to 2 months ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം കാണാറുണ്ട്. നമുക്ക് വരുന്ന ഈ ഒരു റിങ്കിൾസ് എല്ലാം അതേപോലെ തൂങ്ങിപ്പോണത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് ഫേസ് യോഗ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ യോഗയുടെ ഒരു വലിയൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യോഗ എന്ന് പറയുന്നത്. ഒരു ട്രെയിനറുടെ കീഴിലാണ് നമ്മൾ എപ്പോഴും യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എങ്കിലേ നമ്മൾ അതൊരു ശീലമായിട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നാലും അത് അത്ര അങ്ങോട്ട് ഒരു റിസൾട്ട് കാണാറില്ല പൊതുവെ. ബെറ്റർ നമ്മളൊരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊരു ശീലമാവുകയും ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും അതിന്റെ ഒരു വർക്ക് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ഇപ്പോ പറഞ്ഞ കൂട്ടത്തില് ഒരു 2 ഡെമോ കാണിച്ചു തരാം. നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. അതായത് പ്രാണായാമം ഇപ്പൊ പറഞ്ഞു. അപ്പൊ പ്രാണായാമത്തിലുള്ള നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം എന്ന് പറയുന്നത് ഒരു ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നോർമലി നമ്മൾ ശ്വാസം എടുക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ? നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അത് നോർമലി അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുകയാണ്. നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുകയാണ്. നമ്മൾ ഫോക്കസ് ചെയ്യാണ്, ഒന്ന് കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അതാണ് ഈ ഒരു പ്രാണായാമത്തിൽ ചെയ്യുന്നത്. അതിൽ ഒരു ടൈപ്പ് മാത്രമാണ് നാഡീശുദ്ധി പ്രാണായാമം. പ്രത്യേകിച്ച് ഒരു കോൺട്രാൻഡിക്കേഷൻസ് ഇല്ല. നമുക്ക് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. അല്ലാതുള്ള എല്ലാ സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രാണായാമം. അപ്പോ അതൊന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡെമോ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. നമ്മളെ ജസ്റ്റ് ചമ്രം പണിഞ്ഞിരിക്കില്ലേ, ഒന്നുകിൽ ആ ഒരു ജസ്റ്റ് ചമ്രം പണിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് മെഡിറ്റേറ്റീവ് പോസ്റ്ററിലാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. മെഡിറ്റേറ്റീവ് പോസ്റ്റർ എന്ന് പറയുമ്പോൾ പത്മാസനം, വജ്രാസനം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള മെഡിറ്റേറ്റീവ് പോസ്റ്ററിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ജസ്റ്റ് ചമ്രം പണിഞ്ഞിരുന്നാലും മതിയാവും. അതിന് ശേഷം നമ്മൾ ഇടത്തെ കൈ ചിന്മുദ്രയിൽ വെക്കും. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ഇതാണ് ചിന്മുദ്ര. ഇടത്തെ കൈ ചിന്മുദ്രയില് നമ്മുടെ മുട്ടിന് മുകളിലായിട്ട് വെക്കാം. അതിനുശേഷം വലത്തെ കൈയില് നാസികാ മുദ്ര, ഈ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ തള്ളവിരല് കൊണ്ടാണ് നമ്മൾ മൂക്കിനെ ക്ലോസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. നമ്മള് നടു നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അപ്പോ ഈ തള്ളവിരൽ കൊണ്ട് നമ്മൾ ഈ വലത്തെ മൂക്ക് അടച്ചു വെച്ചിട്ട് ഇടത്തെ മൂക്കിലൂടെയാണ് നമ്മൾ ഫസ്റ്റിലത്തെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത്. ഇടത്തെ മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. മോതിര വിരൽ കൊണ്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വലത്തെ മൂക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ ശ്വാസം പുറത്തേക്ക്. വലത്തെ മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക. അത് ക്ലോസ് ചെയ്തിട്ട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. അതാവുമ്പോൾ ഒരു റൗണ്ട് ആവും. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു കമ്പ് കൊണ്ട് നമ്മള് തള്ളവിരലും കൊണ്ട്
വലത്തെ മൂക്കാണ് അടച്ചു വെക്കേണ്ടത് ആദ്യം. ഇടത്തെ മൂക്കിലൂടെയാണ് ശ്വാസം ആദ്യമായിട്ട് ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അതിനുശേഷം അത് ക്ലോസ് ചെയ്തിട്ട് വലത്തെ സൈഡിലൂടെ പുറത്തേക്ക്. അത് കഴിഞ്ഞ് വലത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അത് ക്ലോസ് ചെയ്ത് ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക്. അത്രയാകുമ്പോൾ ഒരു റൗണ്ട്. അങ്ങനെ 3, 5, 7, 9 എന്നിങ്ങനെ റൗണ്ടുകളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ജസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മള് ശ്വാസം പതുക്കെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പിടിച്ചു വെക്കാൻ പാടില്ല. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക്. ഇതാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അടുത്ത ഒരു ജസ്റ്റ് ഒരു യോഗാസനം, സ്ത്രീകളുടെ ആരോഗ്യത്തില് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. അതായത് യൂട്രസിന്റെ ഹെൽത്തിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യോഗാസനമാണ് ബദ്ധകോണാസനം അഥവാ ബട്ടർഫ്ലൈ പോസ് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ പോസ്. അപ്പോ ബട്ടർഫ്ലൈ പോലെ നമ്മള് കാലുകൾ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് വലത്തെ കാൽ ഇടത്തെ കാലും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. നടു നിവർത്തി കൈകൾ ഇന്റർലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ കാലുകൾ കൊണ്ട് ബട്ടർഫ്ലൈ പോലെ ചെയ്തതിന് ശേഷം കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വെച്ച് നമ്മുടെ ശരീരവും നമ്മളുടെ ബ്രീത്തും, നമ്മൾ ആ ചെയ്തതിന്റെ ബ്രീത്തും ഒന്ന് ശ്രദ്ധിക്കാം. സെക്കൻഡ്. ഇപ്പൊ പറഞ്ഞ പ്രാണായാമവും ഈ പറഞ്ഞ നാഡീശുദ്ധി പ്രാണായാമവും അതേപോലെ ബദ്ധകോണാസനം ബട്ടർഫ്ലൈ പോസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ യൂട്രൈൻ ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനാസാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ പൊതുവെ ആസനങ്ങൾ എല്ലാ യോഗാസനവും അല്ല, മിക്ക യോഗാസനവും നമ്മൾ ആ ഒരു പീരീഡ്സിന്റെ ടൈമിൽ അങ്ങനെ ചെയ്യാറില്ല. അതിന് ശേഷമാണ് ചെയ്യാറുള്ളത്. ഒരു 3 ദിവസത്തിന് ശേഷമൊക്കെ ചെയ്യാം. ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന യോഗാസനാസും ഉണ്ട്. അപ്പോ ഓരോ രോഗങ്ങൾ അനുസരിച്ച് നമ്മുടെ രോഗം അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള യോഗാസനാസ് ഉണ്ട്. ഓക്കെ, അപ്പോ എല്ലാവർക്കും അത്യാവശ്യം ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ധാരണ വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോ ഇനി സംസാരിക്കാവുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ്സിനെ പറ്റി. അപ്പോ നമ്മള് യോഗ ഞാനിവിടെ ചെയ്യാറുണ്ട്. നമ്മൾ യോഗ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതേപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്നുള്ള രീതിയിൽ ഒരു സൈക്കോളജി ക്ലിനിക്കിൽ ഞാനൊരു ഹെൽത്ത് കൺസൾട്ടന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. മാം നമുക്ക് വയറ് കുറയാൻ എന്താ ഒരു സ്പേസ് പറഞ്ഞുതരുമോ? ഓക്കെ, വയറ് കുറയാനുള്ളതില് മെയിൻ ആയിട്ടും നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡയറ്റ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോഴാണ് അതിന് ബെനിഫിറ്റ് കിട്ടുക. ഡയറ്റില് നമ്മളിപ്പോ ചിലപ്പോ ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡയറ്റ് അഡ്വൈസ് തരാൻ പറ്റുള്ളൂ.
ഒരുപാട് ഫാറ്റ് ഒന്നും കഴിക്കുന്ന ആളുകളല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇല്ല, നോർമലി ഫാറ്റ് അരി കഴിക്കണ ആളല്ല. പക്ഷെ വയറ് പ്രസവാനന്തരം പിന്നെ വയറ് കൂടിയതാണ്. അല്ലാതെ ഫുഡ് അധികം രാത്രി ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. ഓക്കെ. കാർബോഹൈഡ്രേറ്റ് അന്നജത്തിന്റെ അളവൊന്ന് കുറയ്ക്കേണ്ടത് നമ്മളെ കഴിക്കുന്നത് പകുതിയാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തടി കുറയ്ക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കും ഫാറ്റ് ആണ് കുറയ്ക്കേണ്ടതെന്ന്, പക്ഷെ കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ കുറയ്ക്കേണ്ടി വരും. പക്ഷെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിലും നമുക്ക് എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെ? നമുക്ക് ഏറ്റവും ഊർജ്ജം തരുന്നത് ഈ അന്നജമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യുന്ന മറ്റ് ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയും വേണം. നമ്മൾ ഒരു ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മില്ലറ്റ്സ് പോലുള്ള കാര്യങ്ങള്, അപ്പോ ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു ഡയറ്റ്, പേഴ്സണലൈസ്ഡ് ഡയറ്റ് നമുക്ക് അങ്ങനെ ഉള്ള ഇതിലൂടെയാണ് എടുക്കേണ്ടത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്, പക്ഷെ നമുക്ക് ശരീരത്തിന് ഊർജ്ജം വേണമെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയും വേണം. അപ്പൊ ഒരു ടൈം വെച്ചിട്ട് മിക്കവാറും രാത്രി കഴിക്കാതിരിക്കുന്നതിന് പകരം മില്ലറ്റ് പോലുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അളവ് കുറച്ചിട്ട് കറികൾ കൂട്ടി അല്ലെങ്കിൽ പച്ചക്കറികൾ കൂട്ടിക്കൊണ്ട് ഉള്ള ഒരു ഫുഡ് രീതിയായിരിക്കും ഹെൽപ്ഫുൾ ആവുക. അതേപോലെ വ്യായാമങ്ങളിലേക്ക്, നമ്മുടെ യോഗയിലേക്ക് വരുമ്പോൾ വയറ് കുറയാനുള്ള തന്നെയുള്ള യോഗാസനാസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ഭുജംഗാസനം, നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ ബദ്ധകോണാസ്, ഇപ്പൊ ഞാൻ കാണിച്ച ഒരു യോഗാസനം ഉണ്ട്, യൂട്രസ് ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞ ബദ്ധകോണാസനം. ആ ഒരു പോസ്ചർ, അതുമായി കുറച്ച് മോഡിഫിക്കേഷൻസ് വരുന്നുള്ള കുറെ യോഗാസനാസും എക്സസൈസസും ഉണ്ട്. അപ്പോ അതൊക്കെ നമ്മൾ ഡെയിലി തന്നെ ചെയ്യണം. ഡെയിലി തന്നെ ചെയ്യണം. അത് എപ്പോഴും വയറ് പക്ഷെ ഒരു 3 months എങ്കിലും എടുക്കും. നമുക്ക് വയറാണ് ഏറ്റവും ലാസ്റ്റ് കുറയുക. നമുക്കൊരു 3 months എങ്കിലും കുറഞ്ഞു തുടങ്ങാൻ ടൈം എടുക്കും. അതിനോടൊപ്പം തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഇതിൽ ഫസ്റ്റ് കാര്യം. എന്റെ വയറ് എന്ന് പറഞ്ഞാല് ഫുഡിനെ ഇതാക്കിയിട്ടുള്ളതല്ല, പക്ഷെ ഈ മസിൽസ് ലൂസ് ആയിട്ടുണ്ടാവുമല്ലോ, നല്ല വയറുള്ള വയറ്റുള്ള സമയത്ത് നന്നായിട്ട് വയറുണ്ടായിനി. അന്നേരം അങ്ങനെ വയറ് കൂടിപ്പോയതാ. അതിന് എക്സസൈസിനോട് ഫലം ഉണ്ടാവോ? അതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നാളുകൾ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ടി വരും. നമുക്കൊരു 1-2 മാസം കൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. കുറച്ച് നാള് നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. അതോടൊപ്പം മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ നമുക്ക് ആയുർവേദിക് മെഡിസിൻസ് നമ്മൾ നല്ല അതനുസരിച്ചാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ മെഡിസിൻസും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഇതെല്ലാം കൂടിയുള്ള ഒരു ഹോളിസ്റ്റിക് വേയിലാണ് ചെയ്യാറുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ യോഗാസനാസ്, നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് തന്നെയുള്ള യോഗാസനാസ്, ഇപ്പൊ ചെയ്ത ബദ്ധകോണാസനവും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചക്കീചാലാസനം എന്ന് പറയും, മലാസനം എന്ന് പറയും, അങ്ങനെയുള്ള കുറച്ചേറെ ആസനാസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യാം എന്നുള്ളതാണ് അതില്. ഒരു 3 മാസമെങ്കിലും കുറഞ്ഞു തുടങ്ങാൻ എടുക്കും എന്തായാലും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും? പ്രാണായാമത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അത് പലരും പല രീതിയിലാണ് പറഞ്ഞിരുന്നത്. മൂക്കിലൂടെ എടുത്തിട്ട് വായിലൂടെ വിടാൻ പറയുന്നുണ്ട്, മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ തന്നെ വിടാൻ പറയുന്നുണ്ട് ശ്വാസം. അങ്ങനെ പലരും പല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞു. പ്രാണായാമം നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒരുപാട് തരത്തിലുണ്ട്. പല രീതിയിലുള്ള പ്രാണായാമം ഉണ്ട്. ബേസിക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ മാം പറഞ്ഞ രീതിയിലുള്ള ശ്വസന ക്രിയകളും ഉണ്ട്. ബെല്ലി ബ്രീത്തിങ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രാണായാമാസം നമ്മൾ ഒരു കോഴ്സായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കൊണ്ടുവരും. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതായിട്ട് ബന്ധപ്പെട്ട്? ഇനിമേ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു
എന്താ പറയാ ശരീരത്തെ ശ്രദ്ധിക്കാനുള്ളൊരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. നന്നായിരുന്നു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ക്ലാസ് കേട്ട് വിട്ട് കളയാതെ ഒരു ടൈം നമുക്ക് വേണ്ടിയിട്ട് എടുക്കുക, അത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ സെൽഫ് കെയറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക, ചെയ്യുക. ഓക്കെ. ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് ചെയ്യുമ്പോ നമുക്കങ്ങനെ അറിഞ്ഞൂടല്ലോ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ആണെന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു യൂട്യൂബ് ലിങ്ക് എല്ലാരും കണ്ടു ചെയ്താൽ അത് പറ്റൂലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒതന്റിക് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാമോ? ഓക്കെ. പിന്നീട് ഗ്രൂപ്പിലോ മറ്റോ അയച്ചു തന്നാലും മതി. അയച്ചു തന്നേക്കാം. ഞാനൊരു ലിങ്ക് അയക്കാം, ഒരു ഡോക്ടറുടെ തന്നെ ലിങ്ക് അയച്ചു, അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. പലപ്പോഴും ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ എക്സർസൈസ് ഒക്കെ ചെയ്യും, പക്ഷെ ആ യോഗ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഓക്കെ. ചെയ്യണം. അതൊരു ശീലം കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മൾ കുറച്ചു നാൾ ഒരു ശീലം ആയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ചെയ്തോളും. അപ്പൊ ഞാൻ ആ ഡോക്ടറുടെ ലിങ്ക് അത് ഇടാം, അത് നോക്കിയിട്ട് ചെയ്തു. താങ്ക് യു. ആർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഒക്കെ ഫീഡ്ബാക്കോ പറയാനുണ്ടെങ്കിൽ പറയാം. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമുക്ക് ഒരുപാട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്. മാം, ഈ യോഗ ചെയ്യുന്ന സമയത്ത് മാംസങ്ങൾ അങ്ങനെ ഇറച്ചി, മീന്, മുട്ട അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതില്? അങ്ങനെയൊന്നുമില്ല. നമ്മള് യോഗ ചെയ്യുന്നതിനോട് 2 മണിക്കൂർ മുന്നേ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചതിന്റെ പുറകെ നമ്മൾ യോഗ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോർമലി കുറച്ച് രാവിലെ വെളുപ്പിനെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെയാണ് പൊതുവെ യോഗ ചെയ്യാറ്. കാരണം ഹെവി ആയിട്ട് ഇരിക്കരുത് വയറെന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വരുമ്പോ ഒരു ഫുഡിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതൊരു വേറെ ഒരു സ്പിരിച്വൽ വേയിൽ എന്നുള്ള രീതിയിലാണ്. അല്ലാതെ നമുക്കിപ്പോ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ പ്രോട്ടീൻ നമുക്ക് വേണം അല്ലെ, നമുക്ക് ബോഡിയിൽ പ്രോട്ടീൻ വേണം. അപ്പൊ പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു വിഷയവുമില്ല, അതൊന്നും പ്രശ്നമില്ല. ഹെവി ആയിട്ടിരിക്കാനെന്ന് മാത്രമേ ഉള്ളൂ. പ്രാണായാമം ചെയ്യുമ്പോഴാണെങ്കിലും യോഗ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് ഫുഡ് കഴിച്ച പുറകെ ചെയ്യാൻ പാടില്ല. താങ്ക് യു. ഓക്കെ നീതു മാം, താങ്ക് യു. PCOD എന്ന് പറയുന്നുണ്ടല്ലോ, ആ PCOD മൂലം നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനായിട്ട് ഇപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവര് മാത്രമായിരിക്കും ശരിക്കും ആ PCOD നമ്മൾ ശ്രദ്ധിക്കണത്, അല്ലാത്തവർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പൊ അതിലൂടെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടോ? നമുക്ക് ഉണ്ടാവുമോന്ന് അറിയില്ല, എങ്കിലും ഒരു സംശയം ചോദിക്കുകയാണ്. ഓക്കെ. അത് അതെ, ഇൻഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്താണ് മെയിൻ ആയിട്ട് നമ്മൾ PCODയുടെ പ്രശ്നം പറയാറ്. പിന്നീട് ഇപ്പം പ്രായമുള്ളവരിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരിലും PCOD ഈ പറഞ്ഞ പ്രശ്നം വരുമ്പോ ഇഷ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുണ്ടാവുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിന് സംഭവിക്കും. അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാം. 2 തരത്തിലുണ്ട് PCOD. മെലിഞ്ഞവർക്കുള്ളതുണ്ട്, തടിച്ചവർക്കുള്ളതുണ്ട്. അപ്പൊ രണ്ടിനും 2 തരം ശാരീരിക മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അതേപോലെ മാനസികമായിട്ടും വലിയ ഡിഫിക്കൽട്ടീസ്, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഞാൻ പറഞ്ഞ PMS അതൊക്കെ വളരെ വലിയ ലെവലിലായിരിക്കും. ഇമോഷണൽ ഡിസ്റ്റർബൻസും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ നല്ലോണം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരു ശാരീരികമായിട്ട് വരുന്ന പ്രശ്നങ്ങളായിരിക്കും കൂടുതലും, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വേറെ സിസ്റ്റുകൾ, ഇപ്പൊ ഫൈബ്രോയിഡ് പോലുള്ള ഇതൊക്കെ കൂടിപ്പോയാൽ, സൈസ് കൂടിപ്പോയാൽ, ഫൈബ്രോയിഡ് അങ്ങനെയുള്ളതൊക്കെ സൈസ് ഒരുപാട് കൂടിപ്പോയാൽ നമ്മുടെ പീരീഡ്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്തുള്ള പെയിൻ വളരെ ക്ലോട്ട് ആയിട്ട് പോവാ. പിന്നെ അത് വളരെ നമ്മൾ സഹിക്കാൻ പറ്റില്ലല്ലോ, നമുക്കതൊക്കെ വളരെ പെയിൻഫുൾ ആണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാം. പിന്നെ PCOD മോസ്റ്റ്ലി കൂടുതലും കാണുന്നത് പീരീഡ്സ് ഉണ്ടാവാറില്ല, പല മാസങ്ങളോളം ചിലപ്പോൾ പീരീഡ്സ് വരാതിരിക്കുക. പക്ഷെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെയർ ഒക്കെ ഇല്ലേ, ഫേഷ്യൽ ഹെയറുകൾ വരിക, ഈ വയറ് കൂടുക, വയറിന്റെ ഭാഗം ഭയങ്കരമായിട്ട് വലുതാവുക, തടി ഭയങ്കരമായിട്ട് വെക്കുക.
അപ്പൊ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് നമ്മളൊരു എപ്പോഴും കറക്റ്റ് ചെയ്ത് പോവുക. കെയർ ചെയ്യാതെ വിടരുത്. നമുക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്ത് പോവുക തന്നെ ചെയ്യും. ഓക്കെ. താങ്ക് യു നീതു മാം. ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ യോഗയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. താങ്ക് യു ജെൻ. എല്ലാവർക്കും പല സംശയങ്ങളും ദൂരീകരിച്ചു. എല്ലാവരും ക്ലാസ്സുകളൊക്കെ അവസാനം വരെ കേട്ടിരുന്നു. എന്തായാലും താങ്ക് യു. ഇനിയും നമ്മൾ ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വരാൻ ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ഫാക്കൽറ്റി ആയിട്ട് ഞങ്ങൾ വരും. എന്തായാലും നീതു മാമിന്റെ ക്ലാസ് ഇനിയും വേണം. നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ലിങ്ക് കൂടി നമുക്കൊന്ന് അയച്ചു തരണം. നമ്മൾ ശ്രമിക്കാം ചെയ്യാനായിട്ട്. ഓക്കെ. ഓക്കെ. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ താങ്ക് യു. മച്ച്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്യാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമ്മാന പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട്, അതായത് ഈ നാപ്കിൻ വാങ്ങിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കമ്പനി കൊടുക്കുന്നുണ്ട്. അതായത് 650 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതില് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നവർക്ക് 50,000 രൂപയും, അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് 25,000, തേർഡ് പ്രൈസ് 15,000. പിന്നെ ഏറ്റവും നല്ല ഫീഡ്ബാക്കിനും ക്യാഷ് പ്രൈസ് ഉണ്ട്. ഏറ്റവും നല്ല 5 ഫീഡ്ബാക്കിനും ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമ്മാന പദ്ധതി നമ്മുടെ ഈ പിങ്ക് ജോബിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് നമ്മുടെ കമ്പനിയുടെ ഒരു ബെസ്റ്റ് ഓഫറാണ്. അപ്പൊ എല്ലാവരും അത് പ്രചരിപ്പിക്കുക. സമ്മാനം കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ, പക്ഷെ അതിനപ്പുറത്തേക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ മുന്നോട്ട് വരിക. നല്ല ഒരു സ്ത്രീകൾക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മുടെ നാപ്കിൻ. അപ്പോൾ അത് ആ ഒരു അനൗൺസ്മെന്റ് പറയാനേ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും താങ്ക് യു വെരി മച്ച്.